മക്കളെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടൈം മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത് ജൂലിയ ആർ ലൂണ എന്ന കഹാനിൽ നിന്നാണ്. 1 മുതൽ 3 വരെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇതിൽ നിന്നും എഴുതേണ്ടത്. എത്ര ചോദ്യങ്ങൾക്കാണ്? 1 മുതൽ 3 വരെ. നിങ്ങൾക്ക് തന്ന സൂചന കണ്ട, ഫസ്റ്റ് തന്ന സൂചന ഇതിലുണ്ടായിരിക്കും എത്ര ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. 1 മുതൽ 3 വരെയാണ്. അപ്പോൾ അതൊന്നുകൂടെ മാർക്ക് ചെയ്തൊക്കെ. ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എഴുതണം ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ദിൻ ഹഫ്തെ മഹീനെ ബീത്ത് ഗയെ, ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞുപോയി. പർ ലഡ്കി തോ ദരീ ഹി നഹി, പക്ഷേ പെൺകുട്ടി ഇറങ്ങിയതേയില്ല. ലോഗോം കോ ജബ് പതാ ചലാ തോ ഉസ്കെ ലിയെ ഗാന, പാനി, സ്റ്റൗ, കിതാബെ, ഗദ്ദ, കമ്പൾ, കപ്പടെ സബ് ലേ ആയ. ആളുകൾക്ക് വിവരം ലഭിച്ചപ്പോൾ അവർ അവൾക്ക് വേണ്ടി ഭക്ഷണം, വെള്ളം, വസ്ത്രം, പുസ്തകങ്ങൾ, കമ്പിളി, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ മുതലായ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. ശുക്രിയ ലഡ്കി ചഹ് ചഹായി, ശുക്രിയ നന്ദി ലഡ്കി പറഞ്ഞു അല്ലേ. ഉസ്നെ ചിടിയോം കി തരേ പേടോം കാ അപ്നാ ഘോൻസല ബനാ ലിയ, അവൾ പക്ഷികളെ പോലെ തനിക്കുള്ള കൂടൊരുക്കുകയായിരുന്നു. ഇനി സഹി പ്രസ്താവാണ് പറഞ്ഞിരിക്കുന്നത്. 4 സെന്റൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് അത് മാത്രമാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. അപ്പം നിങ്ങൾക്ക് 4 എണ്ണം തന്നാൽ എത്ര എണ്ണമാണ് ഇതിൽ ശരി ഉണ്ടാവുക എന്നറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇപ്പുറത്തുള്ള മാർക്കിലേക്ക് നോക്കുക. ഇപ്പുറത്ത് 1 മാർക്കാണുള്ളത് അല്ലേ? ഇപ്പുറത്ത് എത്ര മാർക്കാണുള്ളത്? 1 മാർക്കാണുള്ളത്. അപ്പം നമ്മൾ ഇതിൽ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലോഗോനെ ലഡ്കി കോ ധന്യവാദ് ദിയ, ലഡ്കീനെ ലോഗോं को धन्यवाद दिया, लड़की ने चिड़ियों को धन्यवाद दिया, പേടോം നെ ചിടിയോം കോ ധന്യവാദ് ദിയ. ഏതാണ്? ലോകോന് ആളുകൾ പെൺകുട്ടിക്ക് നന്ദി പറഞ്ഞു, പെൺകുട്ടി ആളുകളോട് നന്ദി പറഞ്ഞു. ഏതാണ് ശരി? പെൺകുട്ടിയാണ് ആളുകളോട് നന്ദി പറഞ്ഞല്ലേ. ശുക്രിയ ലഡ്കി ചഹ് ചഹായി, കണ്ടാ? ശുക്രിയ നന്ദി പറഞ്ഞതാരാണ്? പെൺകുട്ടിയാണ്. പെൺകുട്ടിയാണ് ആളുകളോട് എന്ത് പറഞ്ഞത്? നന്ദി പറഞ്ഞത്. അപ്പൊ ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് നോക്കാം. ലോഗോനെ ലഡ്കിക്ക് മദദ് ക്യോം കി, ആളുകൾ എന്തിനാണ് ആ പെൺകുട്ടിയെ സഹായിച്ചത്? എന്തുകൊണ്ടാണ് ആളുകൾ ആ പെൺകുട്ടിയെ സഹായിച്ചത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ക്യോം കി വഹ് പ്രകൃതിക്ക് സുരക്ഷ കർ രഹി ഥി, എന്താണ് പെൺകുട്ടിയെ സഹായിക്കാനുള്ള കാരണം? ക്യോം കി എന്തുകൊണ്ടെന്നാൽ അവൾ പ്രകൃതിക്ക് സുരക്ഷ, പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് ആ പെൺകുട്ടി ചെയ്തത് അല്ലേ. പ്രകൃതിക്ക് സുരക്ഷ കർ രഹി ഥി, പ്രകൃതിക്ക് സുരക്ഷ കർ രഹി ഥി, അവൾ പ്രകൃതി സംരക്ഷണമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്തത്? അവളെ സഹായിച്ചത്. ജൂലൈ 1 1 से 7 तक വൻ മഹോത്സവ് മനായ जा रहा है. ജൂലൈ 1 മുതൽ 7 വരെ വനമഹോത്സവം ആഘോഷിക്കുകയാണ്. ഇസ് അവസർ പർ പേട് കി രക്ഷ ഹമാരി സുരക്ഷ, എന്താണ് നമുക്ക് എഴുതാനുള്ള സെന്റൻസ്? പേട് കി രക്ഷ ഹമാരി സുരക്ഷ, ഈ സെന്റൻസ് ആണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ആ സന്ദേശം വരുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കിയത് നോക്കാം. പേട് കി രക്ഷ ഹമാരി സുരക്ഷ, കണ്ടാ? പേട് കി രക്ഷ ഹമാരി സുരക്ഷ എന്ന് എഴുതാം. നിങ്ങളോട് അത് പറയുന്നുണ്ട്. പേട് കി രക്ഷ ഹമാരി സുരക്ഷ, ആ സന്ദേശം വരുന്ന പോസ്റ്റർ എഴുതാനാണ് പറയണത് അല്ലേ. അപ്പൊ എന്താണ് എഴുതുക? പേട് കി രക്ഷ ഹമാരി സുരക്ഷ എന്ന് എഴുതുക. പേട് ഹമാരെ സച്ചേ മിത്ര, പേട് ഹമാരെ സച്ചേ മിത്ര, മരം നമ്മുടെ നല്ല സുഹൃത്താണ്. പേട് മത്ത് കാട്ടോ, മരം മുറിക്കരുത്. പേട് സേ ദോസ്തി കരോ, മരവുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കൂ, ഫ്രണ്ടിനെ പോലെ കരുതണം മരത്തിന് അല്ലെ. പേട് ലഗാവോ, മരം നട്ടു വളർത്തു. ഹരിയാലി ഫൈലാവോ, പച്ചപ്പ് പരത്തു. വനമഹോത്സവ് ജൂലൈ 1 മുതൽ 7 വരെ.
एक बेहतर कल के लिए करें पेड़ों का संरक्षण. നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, ഇത്രയും ചെറിയ ബോക്സ് വരയ്ക്കാതെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ ഷീറ്റിന്റെ ഒരു മുക്കാൽ ഭാഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു വലിയ ബോക്സ് വരയ്ക്കുക. ഇവിടെ മുതലേ തുടങ്ങണം കേട്ടോ. അവിടെ മുതലേ ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ ബോക്സ് വരയ്ക്കുക. മുക്കാൽ ഭാഗം വരെ വരുന്ന ബോക്സ് വരച്ചിട്ട് അതിൽ വലുതാക്കി എഴുതുക. നിങ്ങൾക്ക് എത്രയാണോ പഠിക്കാൻ പറ്റുന്നത്, 2 സെൻറ്റൻസ് ആണെങ്കിൽ 2 സെൻറ്റൻസ് അത്രയും പഠിച്ചിട്ട് എഴുതാം. പേടിക്ക് രക്ഷ ഹമാരി സുരക്ഷ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും, അത് നോക്കി എഴുതിയാൽ മതി. അതുപോലെ തന്നെ വനമഹോത്സവ് 1 മുതൽ 7 വരെ ഇതും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും, അത് ക്വസ്റ്റ്യൻ നോക്കി എഴുതുക. ബാക്കി ഇവിടെ തന്ന ചെറിയ സെൻറ്റൻസുകളിൽ നിങ്ങൾക്ക് 2 എണ്ണമാണ് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ 2 എണ്ണം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം പേട് ഹമാരെ സച്ചേ മിത്ര അതാണെങ്കിൽ അത് പഠിച്ചു വെക്കുക. പിന്നെ പേട് മത്ത് കാട്ടോ, ആ 2 എണ്ണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. पेड़ कविता की ये पंक्तियां पढ़ें और 4 से 6 तक के प्रश्नों के उत्तर लिखेയും എന്നാണ് പറഞ്ഞത്. 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. പേട് എന്ന കവിത വായിച്ചതിന് ശേഷം നമുക്ക് പേട് എന്ന കവിത വായിച്ചു നോക്കാം. പേട് തും പേട് നഹീം തും ദർജി, तुमने कितने सिले घोंसले कितनी सिली हवाएं, धूप सिली तो बिगड़ गई कतरन कतरन छायाएं. ചോദ്യം എന്താണ് എന്ന് നോക്കാം. छायाएं कैसे बिगड़ गई, हवा पड़ने से, पानी पड़ने से, धूप पड़ने से, बारिश होने से. എന്താണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്? ഛായായും കൈസേ ബിഗർ ഗയി എന്നാണ് ചോദ്യം. നിഴൽ എങ്ങനെയാണ് ചിതറിയത്, എങ്ങനെയാണ്? ധൂപ് പഠനേസെ അല്ലെ, വെയിൽ വന്നപ്പോഴാണ്. ധൂപ് പഠനേസെ അതാണ് 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ധൂപ് പഠനേസെ ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. പേട് കോ ക്യോം ദർജി കഹാ ഗയാ ഹെ, മരത്തിനെ എന്തിനാണ് തയ്യൽക്കാരൻ എന്ന് പറയുന്നത്? എന്തിനാണ് മരത്തിനെ തയ്യൽക്കാരൻ എന്ന് പറയുന്നത്? പേട് കോ ദർജി ഇസ്ലിയേ കഹാ ഹെ, പേടിനെ ദർജി എന്ന് ഇക്കാരണത്താലെയാണ് പറയുന്നത്. ക്യോം കി എന്തുകൊണ്ടെന്നാൽ വഹ് സബീ കോ ജോഡ്നെ കാ കാം കർത്താ ഹെ, വഹ് സബീ കോ ജോഡ്നെ കാ കാം കർത്താ ഹെ, അത് എല്ലാത്തിനെയും കിളിക്കൂടിനെയും എന്തിനൊക്കെയാ പൂവിനെയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ജോഡ്നെ കാ കാം കർത്താ ഹെ, യോജിപ്പിക്കുന്ന ജോലി ചെയ്യുന്നു, അതുകൊണ്ടാണ് അതിനെ ദർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ ചോദ്യം. കവി और कविता का परिचय देते हुए कवितांश का आशय लिखिए. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാംശ का आशय लिखिए. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കവിതയുടെ ആശയം എഴുതിയത് നോക്കാം. कविता का आशय, കവിതയുടെ ആശയം. പ്രസ്തുത പങ്ക്തിയാം ഹിന്ദി കെ പ്രമുഖ കവി, ഇത് ഷോർട്ടാക്കിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളിത് എങ്ങനെ എഴുതണമെന്ന് അറിയാം, ഫുള്ളായിട്ട് ഒരു പാരഗ്രാഫായിട്ട് എഴുതുക. ഇതുവരെ ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതുക. ഇത് 2ാമത്തെ പാരഗ്രാഫായിട്ട് ഇവിടെ മുതൽ കവിത ബഹുത്ത് സുന്ദർ മുതൽ ഈ 2 ലൈന് മാത്രം 2ാമത്തെ പാരഗ്രാഫായിട്ട് എഴുതി വെക്കുക. അത്രയും മതി കേട്ടോ. നോക്കാം. പ്രസ്തുത പങ്ക്തിയാം, ഇവിടെ തന്നിരിക്കുന്ന വരികൾ പ്രമുഖ കവിയായിട്ടുള്ള സുശീൽ ശുക്ലജിയുടെ ചോട്ടി കവിത പേട് സേഹേ, ചെറിയ കവിതയായിട്ടുള്ള പേട് എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. യഹ് കവിത പേട് കി മഹത്താ കോ ദർശാത്തി ഹെ, ഈ കവിത മരത്തിന്റെ മഹത്വമാണ് കാണിക്കുന്നത്. ഇതൊരു പാരഗ്രാഫ് കേട്ടോ. ഇത് ഇവിടം വരെ ഒരു പാരഗ്രാഫ്. 2ാമത്തെ പാരഗ്രാഫ് ഇത്. 3ാമത്തെ പാരഗ്രാഫ് പറഞ്ഞല്ലോ അവിടെ. ഇതാണ് 3ാമത്തെ പാരഗ്രാഫായിട്ട് വരുന്നത്. ഇവിടെ മുതൽ തുടങ്ങാം കേട്ടോ 3ാമത്തെ പാരഗ്രാഫ്.
നോക്കാം. കവി कहते हैं कि पेड़ प्रकृति के दर्जी है. കവി പറയുകയാണ് മരം പ്രകൃതിയുടെ ഒരു തയ്യൽക്കാരനാണ്. पेड़ हवा को सिलकर उसे शुद्ध और शांत बनाते हैं. മരം കാറ്റിനെ തുന്നിച്ചേർത്ത് അതിനെ ശുദ്ധവും ശാന്തവുമാക്കുന്നു. पेड़ घोंसलों को सिलकर പക്ഷിयों को घर और सुरक्षा प्रदान करते हैं. മരം കിളിക്കൂടുകൾ തുന്നിച്ചേർത്ത് പക്ഷികൾക്ക് വീടും സുരക്ഷയും നൽകുന്നു. धूप के सिलने से ഛായായം കഥരൻ കഥരൻ ബിഗർ ഗയി. വെയിൽ തുന്നിച്ചേർത്തപ്പോൾ നിഴലുകൾ ചിതറിപ്പോയി. पेड़ एक दर्जी की तरह विविध प्राकृतिक तत्वों को एक साथ जोड़कर प्रकृति को सुंदर बनाते हैं. മരം ഒരു ദർജിയെ പോലെ ഒരു തയ്യൽക്കാരനെ പോലെ വിവിധ പ്രാകൃതിക തത്വങ്ങൾക്കോ വിവിധ പ്രകൃതി തത്വങ്ങൾക്കോ ഏക സാത്ത് ജോഡ്കർ ഒന്നിച്ച് യോജിപ്പിച്ച് പ്രകൃതിക്കോ സുന്ദർ ബനാത്തെ ഹേ പ്രകൃതിയെ സുന്ദരമാക്കുന്നു. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത് തയ്യൽക്കാരൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ നോക്കിയില്ലേ പ്രകൃതിയെ തയ്യൽക്കാരൻ എന്ന് പറയാനുള്ള കാരണം എന്ത്? അപ്പൊ നമ്മൾ പറഞ്ഞു എന്തായാലും അതിന്റെ ആൻസർ കണ്ടത് പേട് ദർജി കോ ഇസ്ലിയെ കഹാ ക്യോങ്കി വഹ് സബീ കോ ജോഡ്നെ കാ കാം കർത്താ ഹേ എന്നല്ലേ. ആ ആൻസറും നിങ്ങൾക്ക് എഴുതാം. ഇതാ ഇവിടെ തന്നിരിക്കുന്ന ഇതും നിങ്ങൾക്ക് എഴുതാം. പേട് ഏക് ദർജിക്ക് തര വിവിധ പ്രാകൃതിക തത്വം കോ ഏക് സാത്ത് ജോഡ്കർ പ്രകൃതി കോ സുന്ദർ ബനാത്തെ ഹേ. കവിത ബഹുത്ത് സുന്ദർ ഓർ ആകർഷക് ഹേ. കവിത വളരെ സുന്ദരവും ആകർഷകവുമായിട്ടുള്ള കവിതയാണ്. സരൾ ഭാഷാമേ ലിഖി യഹ് കവിത സബ്കെ മൻ കോ ചൂനെ വാലി ഹേ. ലളിതമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഈ കവിത എല്ലാവരുടെയും മനസ്സിനെ സ്പർശിക്കുന്ന ഒരു കവിതയാണ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലെ കവിതയുടെ ആശയം വരുന്നത്. ഇനി ഇവിടെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. പേട് കവിതാക്കെ സന്ദേശ് പർ ലഘു ലഘു ലിഖേം എന്നാണ് ചോദ്യം. पेड़ से लाभ, पर्यावरण की सुरक्षा, मानव से पेड़ का संबंध, पेड़ के संरक्षण का दायित्व. അതൊക്കെയാണ് നമുക്ക് അതിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ. അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അപ്പം നമുക്ക് ആൻസർ എഴുതിയത് നോക്കാം. ഓർ ക്വസ്റ്റ്യൻ പേട് കവിതാക്കെ സന്ദേശ് പർ ലഘു ലഘു ലിഖേം. पेड़ प्रकृति के दर्जी है. മരം പ്രകൃതിയുടെ തയ്യൽക്കാരാണ്. ജോ ഹമാരെ ചാരോം ഓർ കാ സംസാർ ഗഡ്ത്തെ ഹേ. നമ്മുടെ ചുറ്റിലുമുള്ള സമൂഹം അതായത് സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഒന്നിച്ച് തുന്നിച്ചേർക്കുന്നു. पेड़ विविध प्राकृतिक तत्वों को एक साथ जोड़कर प्रकृति को सुंदर बनाते हैं. മരം വിവിധ പ്രാകൃതിക തത്വങ്ങളെ ഒന്നിച്ച് ചേർത്ത് പ്രകൃതിയെ സുന്ദരമാക്കുന്നു. मिट्टी से बहुत कुछ गींच लेकर हवा पानी आदि को जोड़कर पेड़ प्रकृति को रंग बिरंगी और सुगंधित बना देता है. मिट्टी से बहुत कुछ गींच लेकर മണ്ണിൽ നിന്നും അതുപോലെ തന്നെ കാറ്റ് വെള്ളം ഇതിനെയൊക്കെ യോജിപ്പിച്ചിട്ട് പ്രകൃതി രംഗ് ബിരങ്കി ആർ സുഗന്ധിത് വിവിധ വർണ്ണത്തിലും അതുപോലെ തന്നെ സുഗന്ധിത ബനാതെ അതായത് സുഗന്ധമുള്ളതുമാക്കി തീർക്കുന്നു. അതായത് മണ്ണിൽ കൃഷി ചെയ്തിട്ട് അതിൽ അവിടെ വിളവുണ്ടാവും, അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് പറഞ്ഞത് കേട്ടോ. ഫലോ മേ മിഠാസ് ആർ സ്വാദ് പേട് കെ കാരൺ ഹി ആയ ഹേ. പഴങ്ങളിൽ എല്ലാ പഴവർഗ്ഗങ്ങളിലും മധുരവും സ്വാദും പേടുക്കെ കാരഹിയ മരം കാരണമാണ് എല്ലാ പഴങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സ്വാദും മധുരവും ഒക്കെ ഉണ്ടാവുന്നത്. കവിത ഹമേ പ്രകൃതി സെ പ്യാർ കർണ और उसकी രക്ഷാ की പ്രേരണ देती है. രക്ഷാ കർണേക്കിട്ട് അവിടെ കർണ എന്നാണ്. രക്ഷാ കർണേക്ക് പ്രേരണ देती है. കവിത നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാനും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ഒരു പ്രേരണയാണ് നൽകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഹാച്ചി കി കഹാനി എന്ന കഹാനിയിൽ നിന്നാണ് 7 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്.
അപ്പോൾ ഇതുവരെയുള്ള ഈ 9 വരെ 9-ൽ ഓരോ ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. അതായത് ഇത്രയാണ് നമ്മൾ ഇതിൽ നിന്നും എഴുതേണ്ട ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം. സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നാണ് ഇതിൽ തന്നിരിക്കുന്ന 7ാമത്തെ ചോദ്യം. സഹി വികൽപ്പ് കേട്ടോ. യഹ് പ്ലസ് നേ ഉസ്നെ, യേ പ്ലസ് നേ ഉസ്നെ, വേ പ്ലസ് നേ ഉസ്നെ, വഹ് പ്ലസ് നേ ഉസ്നെ. ഉസ്നെ എന്നതിൻ്റെ യഥാർത്ഥ രൂപം ഏതാണ്? വികൽപ്പ് ഏതാണ്? വഹ് പ്ലസ് നേ ആണ് അല്ലേ. വഹ് വരുമ്പോഴാണ് ഉസ് വരുന്നത്. വഹ് പ്ലസ് നെ ആണ് ഉസ്നെ. വേ പ്ലസ് നെ എന്ന് പറഞ്ഞാൽ ഉന്നോനെ ആണ് വരിക, ഉനേം എന്നാണ് വരിക. എ പ്ലസ് നെ അതുപോലെ തന്നെ ഇനേം എന്നാണ് വരിക. എ പ്ലസ് നെ ഇസ്നെ എന്നാണ് വരിക. അപ്പോൾ അതിന് ശരിയായിട്ടുള്ള ഏതാണ്? വഹ് പ്ലസ് നെ ഉസ്നെ. അടുത്ത ചോദ്യം. ഹാച്ചി കിസ്കി പ്രതീക്ഷ കർ രഹാ താ ക്യോ? ഹാച്ചി ആരെയാണ് ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത്? ക്യോ എന്തുകൊണ്ടാണ് ഹാച്ചി ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരുന്നത്? ആരെയാണ് പ്രതീക്ഷിച്ചിരുന്നത്? ഹാച്ചി അപ്പനെ മാലിക് പ്രൊഫസർ കോ ഇന്തസാർ കർത്താത. ഹാച്ചി തൻ്റെ മാലിക്കായിട്ടുള്ള യജമാനായിട്ടുള്ള പ്രൊഫസറിനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ക്യോം കി എന്തുകൊണ്ടെന്നാൽ വഹ് ഉൻസെ ബഹുത് പ്യാർ കർത്താത. അവൻ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഹാച്ചി അവൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. ഹാച്ചി की मृत्यु के बारे में प्रोफेसर की पत्नी और दोस्त के बीच की बातचीत ആണ്. ഹാച്ചി മരിച്ചു അല്ലേ. അപ്പൊ ഹാച്ചിയുടെ മരണത്തിനെ കുറിച്ച് പ്രൊഫസറിന്റെ ഭാര്യയും ഒരു ഫ്രണ്ടും കൂടെ സംസാരിക്കുന്നതാണ് നമ്മൾക്ക് ഇനി നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു സംഭാഷണം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഹാച്ചി की मृत्यु के बारे में प्रोफेसर की पत्नी और दोस्त के बीच की बातचीत ആണ്. ദോസ്ത് ആപ്പ് ക്യോം രോ രഹേ ഹേ, ക്യാ ബാത്ത് ഹേ? എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? എന്താണ് കാരണം എന്ന് ഫ്രണ്ട് ചോദിക്കുകയാണ്. പത്നി പറയുന്നു, ഹമാരാ ഹാച്ചി ഈസ് ദുനിയാ സെ ചൽ ബസ. ഞങ്ങളുടെ ഹാച്ചി ഈ ലോകത്തു നിന്നും പോയി. ക്യാ ഹാച്ചി മർ ഗയാ കബ്? അയ്യോ എന്താണ് ഹാച്ചി മരിച്ചോ? കബ് എപ്പോൾ? ക്യാ ഹാച്ചി മർ ഗയാ? ഹാച്ചി മരിച്ചോ? കബ് എപ്പോൾ? പത്നി ഹാ കൽ ശ്യാമുക്കോ, അതെ ഇന്നലെ വൈകുന്നേരം. ദോസ്ത് ക്യാ ഉസേ ദേഖ്നെ ഗയി? നിങ്ങൾ അതിനെ കാണാൻ പോയോ എന്നാ ചോദിക്കണേ അല്ലേ. ക്യാ ഉസേ ദേഖ്നെ ഗയി? അതിനെ കാണാൻ പോയോ? ഹാ ഗയി, കാണാൻ പോയി. ഉസ്കി ആംഖേം ദേഖ്കർ മുझे ലഗാ കി വഹ് അബ് ഭി പ്രൊഫസർ കാ ഇന്തസാർ കർ രഹാ ഹേ. അതിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് ഇപ്പോഴും പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന്. ദോസ്ത് കിത്തന അച്ഛാ കുത്താദാ ഹാച്ചി. എന്തൊരു നല്ല നായയായിരുന്നു ഹാച്ചി. ഉസ്കി വഫാദാരി ഹമേശ യാദ് രഹേഗി. അതിനെ എപ്പോഴും എപ്പോഴും ഓർമ്മ വരും. അതിൻ്റെ ആ നിഷ്കളങ്കമായ നല്ല നായ അല്ലേ. അപ്പം അതിനെ എപ്പോഴും ഓർമ്മ വരുമെന്ന് പറയാണ്. പത്നി ഹാച്ചി ആഖിർ അപ്പനെ മാലിക് കെ പാസ് ചലാ ഗയാ. ഹാച്ചി അവസാനം സ്വന്തം മാലികിന്റെ അടുത്തേക്ക് തന്നെ പോയി. ദോനോം കാ പ്യാർ കിത്തനാ സച്ചാദ. രണ്ടുപേരുടെ സ്നേഹം എത്ര സത്യസന്ധമായ സ്നേഹമായിരുന്നു. അത്രയും നമ്മുടെ വാർത്താലാപം അത്രയാണ് ഉള്ളത്. നിങ്ങൾ ആ വാർത്താലാപം നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്തത് വരുന്ന ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഹാച്ചി കി കഹാനിക്ക് ആധാർ പർ പ്രൊഫസർ ഓർ ഹാച്ചി കെ ബീച്ച് കി ദോസ്തി പർ ടിപ്പണിയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ടിപ്പണി എങ്ങനെയാണ് എഴുതിയത് എന്നൊന്ന് നോക്കാം. പ്രൊഫസർ ഓർ ഹാച്ചി കെ ബീച്ച് കി ദോസ്തി പർ ടിപ്പണി. പ്രൊഫസറിനും ഹാച്ചിക്കും ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ടിപ്പണിയാണ്. ഹാച്ചി की कहानी प्रोफेसर और हाची के बीच एक अटूट और सच्चे संबंध का अद्भुत नमूना है. ഹാച്ചി की कहानी എന്ന കഹാനിയിലെ പ്രൊഫസറും അതുപോലെ തന്നെ ഹാച്ചിയും അവർ രണ്ടുപേരുടെ ഇടയിലുള്ള അട്ടൂട്ട് और സച്ചേ സംബന്ധം, ദൃഢമായിട്ടുള്ള ആ ഒരു ബന്ധം അത്ഭുതകരമായിട്ടുള്ള ഒരു മാതൃകയാണ്. ഏക് ദിൻ സടക് സേ മില ഏക് ചോട്ടാ പിള്ള. ഒരു ദിവസം റോഡിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ പട്ടിക്കുട്ടി പ്രൊഫസർ കെ ജീവൻ കാ സബ്സേ വഫാദാർ സാത്തി ബൻ ഗയ. പ്രൊഫസറിന്റെ
ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരിയായിട്ട് മാറുന്നു. ധീരെ ധീരെ ഹാച്ചി और പ്രൊഫസർ के बीच गहरा और मजबूत संबंध बन गया. പതുക്കെ പതുക്കെ ഹാച്ചിയും പ്രൊഫസറും തമ്മിൽ ആഴത്തിലുള്ള ദൃഢമായിട്ടുള്ള ബന്ധമുണ്ടാകുന്നു. വഹ് ഹമേശ പ്രൊഫസർ के साथ चलता और खेलता है. അവൾ എപ്പോഴും പ്രൊഫസറിനോടൊപ്പം നടക്കുകയും കളിക്കുകയും ചെയ്യുന്നു. वह हर दिन स्टेशन तक प्रोफेसर को छोड़ने जाता है और शाम को उनके साथ खुशी से वापस घर लौटता है. അവൾ എല്ലാ ദിവസവും ഹർ ദിൻ എല്ലാ ദിവസവും സ്റ്റേഷൻ വരെ പ്രൊഫസറിനോടൊപ്പം പ്രൊഫസർക്കോ ചോടനെ ജാത്തെ പ്രൊഫസറിനെ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയും വൈകുന്നേരം അദ്ദേഹത്തിനോടൊപ്പം സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. പ്രൊഫസർ കെ മർ ജാനെ കെ ബാദ് ബി ഹാച്ചിനെ ഇന്തസാർ നഹീ ചോട. പ്രൊഫസറിന്റെ മരണശേഷവും ഹാച്ചി പ്രതീക്ഷ കൈവടിയുന്നില്ല. ഉസ്നെ ജീവൻ കെ അന്തിം ക്ഷണത്തക്ക് അപ്പനെ മാലിക് പ്രതീക്ഷാക്കി. അവൾ ജീവിതാവസാനം വരെ തൻ്റെ മാലിക്കിനെ യജമാനനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അത്രയാണ് നമ്മുടെ ടിപ്പണി വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജൂലിയ ആർ ലൂണ എന്ന കഹാനിൽ നിന്നാണ് 10 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇതിൽ നിന്നും എഴുതേണ്ടത്. വായിച്ചു നോക്കാം. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. सारे पेड़ बच गए. उस लड़की का नाम जूलिया है. उस पेड़ का नाम है लूना. दोनों आज भी पक्के दोस्त है. क्वेश्चन നോക്കാം. കോഷ്ട കെ ശബ്ദോं की സഹായത से വാക്യ വിസ്താർ കരേം എന്നാണ് ചോദ്യം. വാക്യ വിസ്താർ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. വാക്യ വിസ്താർ. പേടോം കോ സാരേ കട്ട് ജാനേ സെ. ഈ 3 ശബ്ദമാണ് നമ്മൾ ഇവിടേക്ക് പ്രയോഗിച്ചിട്ട് സെന്റൻസിനെ വലുതാക്കി എഴുതേണ്ടത്. ലഡ്കീനെ ബച്ചായ. ലഡ്കി രക്ഷപ്പെടുത്തി. ലഡ്കീനെ ബച്ചായ. പേടോം കോ സാരേ കട്ട് ജാനേ സെ. അപ്പൊ നമ്മള് അതിന്റെ ആൻസർ എഴുതിയത് നോക്കാം. ലഡ്കീനെ ബച്ചായ. ലഡ്കീനെ പേടോം കോ ബച്ചായ. ലഡ്കി രക്ഷപ്പെടുത്തി. പെൺകുട്ടി രക്ഷപ്പെടുത്തി. എന്തിനാണ് രക്ഷപ്പെടുത്തിയത്? പേടോം കോ ബച്ചായ, മരത്തിനെ രക്ഷപ്പെടുത്തി. ലഡ്കീനെ സാരേ പേടോം കോ ബച്ചായ. ലഡ്കി എല്ലാ മരങ്ങളെയും രക്ഷപ്പെടുത്തി. ലഡ്കീനെ സാരേ പേടോം കോ കട്ട് ജാനേ സെ ബച്ചായ. പെൺകുട്ടി എല്ലാ മരത്തിനെയും മുറിക്കുന്നതിൽ നിന്നും, മരം മുറിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി. അതിന്റെ ആൻസർ लड़की ने बचाया. लड़की ने पेड़ों को बचाया. लड़की ने सारे पेड़ों को बचाया. लड़की ने सारे पेड़ों को कट जाने से बचाया. ओके. ഇനി അടുത്ത ചോദ്യം നോക്കാം. पहचान कर लिखें कि कौन सा क्रम सही है. ഏത് ക്രമമാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മളോട് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. जूलिया और लूना हट्टे कट्टे आदमियों ने सेठ ने वादा किया. लड़की की मदद की. अच्छे दोस्त है. लड़की को धमकाया. जूलिया और लूना अच्छे दोस्त है അല്ലേ. ജൂലിയ ലൂണയോ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഹട്ടേ കട്ടേ ആത്മീയോം നെ ലഡ്കി കോ ധമക്കായ അല്ലേ. ലഡ്കിനെ പേടിപ്പിച്ചു അല്ലേ. സേട്ടിനെ വാദാക്കിയ. സേട്ട് എന്താ ചെയ്തത്? വാഗ്ദാനം നൽകി. അപ്പൊ എങ്ങനെയാണ് ആൻസർ വരുന്നത്? ച ദ. പിന്നെയോ ഓ ചായോ ഇങ്ങനത്തെ ദായോ അല്ലേ. ഇങ്ങനത്തെ ചായോ ഇങ്ങനത്തെ ദായും. ചായും ദായും. പിന്നീട് വരുന്നത് ഓ ചായും ദായുമാണ്. ഓ. അപ്പൊ ഇതാണ് ആൻസർ വരുന്നത്. ജൂലിയ और लूना अच्छे दोस्त है.
हट्टे कट्टे आदमियों ने लड़की को धमकाया सेठ ने वादा किया ഒന്നാമത്തേതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. जूलिया के दृढ़ निश्चय का समाचार अखबारों में आया. लड़की ने पेड़ पर चढ़कर किया विरोध शीर्षक पर वह समाचार लिखे. ജൂലിയുടെ ദൃഢനിശ്ചയത്തിന്റെ വാർത്ത അഖ്ബാർ മേ ആയ ന്യൂസ് പേപ്പറിൽ വന്നു. ലഡ്കീനെ പേട് പർ ചടുക്കർ കിയ വിരോധ്, പെൺകുട്ടി മരത്തിൽ കയറിയ ചടുക്കർ കിയ മരത്തിൽ കയറി വിരോധിച്ചു, എതിർപ്പ് പ്രകടിപ്പിച്ചു. ശീർഷക് പർ എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ഒരു വാർത്ത തയ്യാറാക്കണം. സമാചാർ, സമാചാർ എന്ന് പറഞ്ഞാൽ പത്രവാർത്ത, പത്രവാർത്ത തയ്യാറാക്കുക. അപ്പൊ നമുക്ക് പത്രവാർത്ത തയ്യാറാക്കിയത് നോക്കാം. ലഡ്കീനെ പേടോ പർ ചടുക്കർ കിയ വിരോധ്, ഇത് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കണം കേട്ടോ, ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ സ്ഥലത്തിന്റെ പേര് കൊടുക്കണം. സ്ഥലം നിങ്ങളുടെ ചാപ്റ്ററിൽ ഏത് സ്ഥലമാണ് പറഞ്ഞത് അത് നമ്മളിവിടെ കൊടുക്കുക. ജൂലിയ 738 दिन तक पेड़ को काटने से रक्षा की. ജൂലിയ 738 ദിവസം വരെ മരത്തിനെ മുറിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി. വഹ് പേട് പർ ഗോസല ബനാക്കർ രഹി, അവൾ മരത്തിൽ കൂടുണ്ടാക്കി താമസിച്ചു. സേട്ട് പേട് കാട്ടനെ സേ അഫ്സൽ ഹുവ, സേട്ട് പേട് ആ മരം മുറിക്കാൻ വേണ്ടിയിട്ട് സേട്ട് പേട് കാട്ടനെ സേ അഫ്സൽ ഹുവ, അന്തമേ ആ മുറിക്കാൻ വേണ്ടിയിട്ട് ഉറച്ചു നിന്നില്ല, അവര് മരം മുറിക്കും എന്ന് തീരുമാനിച്ചു നിൽക്കുകയാണ്. അന്തമേം അവസാനം 738 दिनों के तक पेड़ काटने का इंतजार करने के बाद, 738 ദിവസം വരെ മരം മുറിക്കാൻ വേണ്ടി പ്രതീക്ഷയോടെ ഇരുന്നതിന് ശേഷം ഏക് ദിൻ, ഒരു ദിവസം, വേ ആദ്മി ആ മനുഷ്യർ ചുപ്ചാപ്പ് വഹംസെ ജാനയിലേക്ക് മിണ്ടാതെ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. यही नहीं सेठ से यह वादा भी ले लिया कि यहाँ के किसी भी पेड़ को कभी नहीं काटेगा. ഇത് മാത്രമല്ല സേട്ടിനോടൊരു വാഗ്ദാനം കൂടി വാങ്ങിച്ചു, ഇവിടെയുള്ള മരങ്ങളൊന്നും ഒരിക്കലും മുറിക്കുകയില്ല എന്ന്. ഇസ് പ്രകാർ സാരേ പേട് കാടനെ സേ ബേച്ച് ഗയ, ഇപ്രകാരം എല്ലാ മരങ്ങളും മുറിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. जूलिया के इस साहसी कदम ने पूरे इलाके में जागरूकത ഫൈലായി. ജൂലിയയുടെ ഈ ഒരു സാഹസ പ്രവൃത്തി ഗ്രാമം മുഴുവൻ, എല്ലാ പ്രദേശങ്ങളിലും ഉണർവ്, എല്ലാവർക്കും ഒരു ജാഗരൂകത ഫൈലായി, വ്യാപിച്ചു, എല്ലാവരിലും ഒരു ഉന്മേഷം, ഉണർവ് വ്യാപിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 13ാമത്തെ ഇവിടെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ജൂലിയാനെ സേട്ട് സേ പേട് കോ കബി നഹി കാട്ടനെ കാ വാദാ ലിയ, ജൂലിയ ഡയറി മേ ലിഖിയേ, ഡയറി ലിഖേ. ജൂലിയയുടെ ഡയറിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഡേറ്റ് എഴുതണം നിങ്ങൾ, ജൂലിയയുടെ ഡയറി എഴുതുമ്പോൾ ഒരു ഡേറ്റ് എഴുതണം. ആജ് ബഹുത് ഖുഷി ഭരാ ദിൻ താ, ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. ആജ് മേ പേട് സേ നീച്ചെ ഉതരി, ഇന്ന് ഞാൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി. 738 ദിവസം ഈ ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം മേരി കോശിസ് സഫൽ ഹുയി, എൻ്റെ ശ്രമം വിജയിച്ചു. ആഖിർ അവസാനം ലൂണ ഓർ സാരേ പേട് ബച്ച് ഗയെ, ലൂണയടക്കം എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. പേട് കാട്ടനെ വാല സബ് ചലേ ഗയെ, മരം മുറിക്കാൻ വന്നവരെല്ലാവരും അവിടെ നിന്ന് പോയി. വേ ഹമാരി ദോസ്തി ദേക്കർ ഹാർ മാൻ ഗയതെ, അവർ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് പരാജയം സമ്മതിക്കുകയായിരുന്നു. ഇസ് ജീത്ത് പർ ഗാവ് കെ അസാരോം ലോകോം സെ മേം ആഭാരിഹും, ഈ വിജയത്തിൽ ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗഡ്നെ സേ പഹലെ സേട്ട് സേ യഹാം കെ കിസി ബി പേട് ന കാട്ടനെ കാ വാദാ ബി ലേ ലിയ, തിരിച്ചു പോകുന്നതിന് മുമ്പ് സേട്ടിനോട് ഇവിടെയുള്ള ഒരു മരവും മുറിക്കുകയില്ല എന്ന വാഗ്ദാനം കൂടി വാങ്ങിച്ചു. അബ് ലൂണ अब लूना बेचैन से जी पाएगा, हमारी दोस्ती कोई तोड़ नहीं पाएगी. ഇനി ലൂണ സമാധാനത്തോടെ ജീവിക്കും. ഹമാരി ദോസ്തി കോയി തോട് നഹി പായകി, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തകർക്കാൻ കഴിയുകയില്ല. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
ഹാച്ചി കി കഹാനി എന്ന പാഠത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആഖിർ പ്രൊഫസർ ഗുദു ഉസേ ഘർ തക്ക് ചോഡ്കർ ആയേ और दफ्तर देर से गए. शाम को काम से लौटने के बाद जब वे ट्रेन से उतारकर अपने स्टेशन के फाटक से निकले तो देखा बाहर सड़क पर हाची उनका इंतजार कर रहा है. वह उनके साथ साथ पैदल घर लौटा. फिर तो एक रोज का सिलसिला बन गया. वह उनके साथ साथ पैदल घर लौटा. यहाँ वह कौन है? അവൻ അദ്ദേഹത്തിനോടൊപ്പം കാൽനടയായിട്ട് വീട്ടിലേക്ക് നടന്നു എന്ന് പറഞ്ഞാൽ അതിലുള്ള വഹ് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഹാച്ചിയാണ് അല്ലെ. ഹാച്ചി. हाची के बारे में बताते हुए प्रोफेसर अपने मित्र के नाम पत्र लिखते हैं. प्रोफेसർ का പത്ര लिखे. ഹാച്ചിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രൊഫസർ മിത്രത്തിന് കത്ത് എഴുതുകയാണ്. ആ കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞത്. പ്രൊഫസർ കാ പത്ര, പ്രൊഫസറിന്റെ കത്ത് സ്ഥാൻ താരിഖ് എഴുതണം കേട്ടോ. സ്ഥലവും കൊടുക്കണം, ഒരു ഡേറ്റും കൊടുക്കണം. പിന്നീട് പ്രിയ മിത്ര, ഇവിടെ എഴുതേണ്ട എന്താണ്? പ്രിയ മിത്ര. തും കൈസേ ഹോ? ഘർ മേ സബ് കുശൽ ഹേന? മേ യഹാ ടീക് ഹൂം. നിനക്ക് സുഖമല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. ഏക് ഖുഷ് ഖബരി ഹെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ജോ മേം തുംസേ ബാഡ്നാ ചാത്താവും, അത് ഞാൻ നിന്നോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. पिछले महीने मुझे सड़क पर टहलते समय एक शानदार पिल्ला मिला. കഴിഞ്ഞ മാസം റോഡിലൂടെ നടക്കുന്ന സമയത്ത് എനിക്കൊരു ശാന്താർ, ഒരു മനോഹരമായ ഒരു പട്ടിക്കുട്ടിയെ ലഭിച്ചു. ബഹുത്ത് പ്യാര, നല്ല സ്നേഹമുള്ളൊരു പട്ടിക്കുട്ടിയായിരുന്നു. കിസീനെ സടക്ക് പർ ഉസേ ചോട, ആരോ അതിനെ റോട്ടിൽ ഉപേക്ഷിച്ച് പോയതായിരുന്നു. മസ്ദൂർ ഹാലത്ത് മേ പടേ പിള്ളേക്കോ ദേക്കർ മേ ഉസേ അപ്പന ഘർ ലേ ഗയ. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കിടക്കുന്ന ആ പിള്ളയെ കണ്ടപ്പോൾ ഞാൻ അതിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അബ് വഹ് മുജെ അപ്പന മാലിക് മാനത്താ ഹെ, ഇപ്പോൾ അത് എന്നെയാണ് അതിൻ്റെ മാലികായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ധീരെ ധീരെ വഹ് മേരെ ഘർ കാ ഏക് സദസ്യ ബൻ ഗയ, പതുക്കെ പതുക്കെ അത് എൻ്റെ വീട്ടിലെ ഒരു അംഗമായി മാറി. ഉസ്കാ നാം ഹെ ഹാച്ചി, അതിൻ്റെ പേരാണ് ഹാച്ചി. വഹ് ഹർ ദിൻ സ്റ്റേഷൻ തക്ക് മുജെ ചോടനെ ജാത്താ ഹെ, അത് എല്ലാ ദിവസവും എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരും. ശ്യാം കോ മേരെ സാത്ത് ഖുഷിക്കെ വാപ്പസ് ഘർ ലൗട്ടാ ഹെ, അത് വൈകുന്നേരം സന്തോഷത്തോട് കൂടിയിട്ട് എൻ്റെ ഒപ്പം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. മേ ഉസേ ബഹുത്ത് പ്യാർ കർത്താ ഹൂം, ഞാൻ അതിനെ വളരെയധികം സ്നേഹിക്കുന്നു. ഉസ്കെ ബിനാ ജീന ബി മുഷ്കിൽ ഹെ, അതിനെ കൂടാതെ ജീവിക്കുക എന്നത് തന്നെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. വഹാം തുമാരി ഖബർ ക്യാ ഹെ, അവിടെ നിന്റെ വാർത്ത, നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പരിവാർ വാലോം സേ മേരാ പ്രണാം കഹന, കുടുംബത്തോട് എൻ്റെ പ്രണാമം അറിയിക്കുക. തേരി ജവാബി പത്രയ്ക്ക് പ്രതീക്ഷാമേ, നിന്റെ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാരാ ദോസ്ത്, നിന്റെ ഫ്രണ്ട്. ഹസ്താക്ഷർ നാം, പിന്നെ സേവാമേം നാം പദ. ഇത്രയും നമ്മുടെ കത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയും വരെയാണ് നമ്മൾ കത്ത് എഴുതേണ്ടത്. ഇനി 15ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. नीचे दिए चित्रों को पहचान कर किन्हीं दो के बारे में एक एक वाक्य लिखे. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കുറിച്ചിട്ട് ഓരോ സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ ചിത്രങ്ങൾ? ഏതെങ്കിലും 2 ചിത്രം എടുക്കുക, എന്നിട്ട് അതിന് സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് കുട്ടികൾ കളിക്കുന്നതാണ്, ഒന്ന് മരം മുറിക്കുന്ന ചിത്രമാണ്, ആളുകൾ. പിന്നെ ഒന്ന് ഒരു കുട്ടി പൂച്ചേനെ കളിപ്പിക്കുന്നതാണ്. ഒന്ന് പൂവിൽ നിന്നും വണ്ട് തേൻ നുകരുന്നതാണ്. വണ്ട് തേനീച്ചയാണ് കേട്ടോ, തേനീച്ച തേൻ നുകരുന്നതാണ്. ഇത്രയാണ് ചിത്രം തന്നിരിക്കുന്നത്. ഇനി ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കിയത് നോക്കാം. नीचे दिए चित्रों को पहचान कर किन्हीं दो के बारे में एक वाक्य लिखे. 15ാമത്തെ ആൻസർ നോക്കാം. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് കിനിയും ദോക്കെ ബാരം ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കുറിച്ചിട്ട് ഓരോരോ സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലഡ്കെ ഫുട്ബോൾ ഖേൽ രഹേ ഹേ, ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. ലോഗ് പേട് കാടനേക്കാ കാം കർ രഹേ ഹേ, ആളുകൾ മരം മുറിക്കുന്ന ജോലി ചെയ്യുന്നു.
രണ്ടെണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടോ, രണ്ടെണ്ണമായി എങ്കിലും 4 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. കാരണം മറ്റുള്ള ചിത്രത്തിന് എന്താണ് പറയാന്നുള്ളതും കൂടെ നമുക്ക് അറിയണമല്ലോ അല്ലേ. ലടുക്കിയെ ബില്ലിക്ക് സാത്ത് ഗേലിയെ, പെൺകുട്ടി പൂച്ചയോടൊപ്പം കളിക്കുന്നു. ഫൂല് പർ ഏക് മധുമക്കി ബൈഠി ഹെ, പൂവിൽ ഒരു തേനീച്ച ഇരിക്കുന്നു. അത്രയാണ് നമ്മൾ ആ ചിത്രം നോക്കിയിട്ട് സെന്റൻസ് ഉണ്ടാക്കിയത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചിത്രമൊക്കെ ആധാർ പർ ദോ പ്രശ്ന ബനായേം എന്നാണ്. 2 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലടുക്കെ കോൻസാ ഗേൽ ഗേൽ രഹേ ഹേ, ആൺകുട്ടികൾ എന്ത് കളിയാണ് കളിക്കുന്നത്. ലോഗ് ക്യാ കർ രഹേ ഹേ, ആളുകൾ എന്താണ് ചെയ്യുന്നത്. ലടുക്കി കിസ്കെ സാത്ത് ഗേ രഹി ഹേ, പെൺകുട്ടി ആരോടൊപ്പമാണ് കളിക്കുന്നത്. മധുമക്കി കഹാം ബൈഠി ഹേ, മധുമക്കി എവിടെയാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാ ചിത്രത്തിലേക്കും വേണ്ട ക്വസ്റ്റ്യനും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് നോക്കി. ഫസ്റ്റ് ടൈം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.